ഉള്ളിവടയാണ്. സവാള ഈ കണക്കിന് അരിഞ്ഞ് എടുക്കുക. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു 4 മണി ചായക്ക് ഒരു കടിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പ പരിപാടിയായിരുന്നു. സവാള ഈ കണക്കിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അതിലോട്ട് ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ: മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ, എരിവ് കൂടിയ കഴിക്കാൻ പറ്റൂല. പെരിഞ്ജീരകം, പിന്നെ എന്നാ പറയണ, പല നാട്ടിൽ പല പേരാണ്. വലിയ ജീരകം എന്ന് പറയും, വേറെ എന്തൊക്കെ പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പെരിഞ്ജീരകം. കരിയാപ്പല, പച്ചമുളകൊക്കെ നിങ്ങളെ കണ്ണത്തിന് കുറച്ചോ കൂട്ടിയൊക്കെ അരിയാം കേട്ടോ. എനിക്ക് എൻ്റെ കണക്കിന് അരിയണയാണ്. ഇടയ്ക്ക് ഒരു എരിവൊക്കെ കടിക്കുമ്പോൾ അതിന് സുഖം വേറെയാണ്. കടലമാവ്, മെയിനായിട്ട് ഉള്ളി വടക്കി എടുക്കാനുള്ളത് കടലമാവാണ്. ഓരോരുത്തരും മൈദാമാവ് എടുക്കാറുണ്ട്, അത് വടി പോലെ ഇരിക്കും. കടലമാവിലാണ് ഇത് തയ്യാറാക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഉള്ളിവട കടലമാവിലുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ്. ഉപ്പ്, കുറേശ്ശെ വെള്ളം കുടഞ്ഞു വേണം ഇതിനെ നനച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവരുത്. എന്നിട്ട് മാവ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ സോഡാപ്പൊടിയൊന്നും ചേർക്കാറില്ല. ഞാൻ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളിലൊന്നും സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ചേർക്കാറില്ല. ഇത് ഇടുന്നവർക്ക് ഇടാം. എൻ്റെ കുക്കിങ്ങിൽ ഞാൻ സോഡാപ്പൊടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ചേർക്കുകയാണ്. അത് ഞാൻ പറഞ്ഞാൽ നോക്കി വേണം അത് ചെയ്യാൻ. അതുപോലെ മുളക് പൊടി, ഈ പരുവത്തിന് ആക്കിയെടുക്കുക. ഇങ്ങനെ വെള്ളം ഓവറാവരുത്, കുഴമ്പ് വരുമായിരിക്കണം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിനെ പൊരിച്ചെടുക്കാം. എണ്ണ ഒഴിച്ചു, നന്നായി ചൂടാവട്ടെ എണ്ണ ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ്. വെളിച്ചെണ്ണയുടെ വില നിലവാരം കൂടുതലായതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുത്തു. ഉള്ളി ചെറിയ കനത്തിൽ വാരി ഇങ്ങനെ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. നൈസ് കനമാകുമ്പോൾ ഉള്ളൊക്കെ വേവും. വലിയ കനത്തിലിട്ട് കഴിഞ്ഞാൽ അകം വേവത്തില്ല. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങി തിന്നുന്ന ഉള്ളിവടയേക്കാളും നല്ലൊരു വിഭവമാണ് നമ്മളെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയത്. ഇങ്ങനെ എടുത്ത് അരച്ചിടുക. അപ്പോൾ മുട്ടി വരുമ്പോൾ അരച്ചതൊന്ന് വേർപെടുത്തി കൊടുക്കാം. കുക്കറിപ്പോൾ അടിക്കും. ഈ കളർ പരുവാകുമ്പോൾ ചട്ടിയിൽ നിന്ന് ഉള്ളിവട കോരി മാറ്റുക. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് സൂപ്പറായിട്ട് കിട്ടും. എൻ്റെ ഈ പരുവം നമ്മൾ കടയിൽ പോയി 12 രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്നത് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉള്ളിവട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഒരു കൗതുകം ഉണ്ടോ? സാധാരണ ആൾക്കാർ 1 കിലോ അരിക്കിലൊക്കെ